കോഴിക്കോട് നിന്ന് നമ്മുടെ റിപ്പോർട്ടർ അനഘ ചേരുന്നുണ്ട്. അനഘ, ഈ മഴ പെയ്ത്ത് ഏറ്റവും അധികം ബാധിച്ച ഒരു മേഖല മലബാർ മേഖലയാണ്. ഇപ്പോൾ എന്താണ് മലബാർ മേഖലയിലെ അവസ്ഥ? ഏതൊക്കെ ഇടങ്ങളിലാണ് ഇപ്പോഴും മഴ ശക്തമായി തുടരുന്നത്? രഞ്ജിത്ത്, ഇന്ന് രാവിലെ മുതൽ അതിശക്തമായ മഴയാണ് കോഴിക്കോടിന്റെ പല ഭാഗത്തും. പ്രധാനമായും കിഴക്കൻ മേഖലകളിലാണ് മഴ ശക്തമായി ലഭിച്ചിട്ടുള്ളത്. നഗരപ്രദേശങ്ങളിൽ ഈ രാവിലെ മുതൽ അല്പം മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് മാവൂർ അതുപോലെ ഉള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെയാണ് അതിശക്തമായ മഴയും വെള്ളപ്പൊക്ക ഭീഷണിയും നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ കണ്ണാടിക്കൽ പ്രദേശത്തും, ഇതൊക്കെ തന്നെ കോഴിക്കോടിനെ സംബന്ധിച്ചൊരു ഉൾപ്രദേശമാണ് ഈ കണ്ണാടിക്കൽ ഭാഗമൊക്കെ. ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ട്. പലവരും 50-ലധികം ഈ കണ്ണാടിക്കൽ പ്രദേശത്തെ 50-ലധികം വീട്ടുകാർ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോയി. നമ്മൾ രാവിലെ ആ പ്രദേശത്ത് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യമൊക്കെ അവിടെ ഉള്ളപ്പോഴും പ്രായമായിട്ടുള്ള 50-ഉം 60-ഉം അതുപോലെ തന്നെ 70-ഉം വയസ്സൊക്കെയുള്ള ഏറ്റവും പ്രായമായിട്ടുള്ള അസുഖബാധിതരായിട്ടുള്ള ആളുകളാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകുന്നത്. അവിടെ ഒരു ജനപ്രതിനിധികളും ഉണ്ടായിരുന്നില്ല. അവർ കൃത്യമായ നിർദ്ദേശം നൽകി അവരെ വീട്ടിൽ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകുന്നതിന് ഒരു ജനപ്രതിനിധികളുടെയും ഒരു സാന്നിധ്യവും ഈ കണ്ണാടിക്കൽ പോലുള്ള ഒരു മേഖലയിലും കണ്ടിട്ടില്ല. വീട്ടുകാർ തന്നെ സ്വന്തം കയ്യിലെടുക്കാവുന്ന സാധനങ്ങളും എടുത്ത് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകുന്നതാണ്. ഈ പ്രദേശത്തെ സംബന്ധിച്ച് മറ്റൊരു വലിയ പ്രധാന ഘടകം എന്ന് പറയുന്നത് കക്കയം ഡാമിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട്. അതിന്റെ അലേർട്ടും അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ കക്കയം ഡാം തുറക്കുകയാണെങ്കിൽ ഈ കണ്ണാടിക്കൽ ഭാഗത്തൊക്കെ വലിയ രീതിയിൽ ഒരു വീടിന് മുകളിലേക്ക് വെള്ളം എത്തുന്ന സാഹചര്യമുണ്ട്. ഇത് നേരത്തെ അറിയുന്നത് കൊണ്ട് തന്നെയാണ് ആ പ്രദേശത്തെ ആളുകൾ സ്വന്തം മാറി താമസിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നോ മറ്റ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു സാന്നിധ്യവും അവിടെ ഉണ്ടായിരുന്നില്ല. അവരും അത്തരത്തിലൊരു മുന്നറിയിപ്പും നൽകിയിട്ടില്ല എന്നാണ് ആ പ്രദേശത്തെ ആളുകൾ പറയുന്നത്. കോഴിക്കോട്ടെ മറ്റ് പലയിടങ്ങളിലെയും സാഹചര്യം സമാനം തന്നെയാണ്. ഈ ആളുകൾ സ്വന്തം തന്നെ മാറിപ്പോവുകയാണ്. അവർക്ക് കൃത്യമായി ഭക്ഷണമോ മറ്റ് വെള്ളമോ എത്തിക്കുന്ന സാഹചര്യമൊന്നും പലയിടത്തും നമ്മളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലൊന്നും തന്നെ കണ്ടിട്ടില്ല. എന്തായാലും നിലവിൽ കോഴിക്കോട്ടെ സാഹചര്യം ആശ്വാസകരമാണ്. ഇപ്പോൾ പലയിടത്തും മഴ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ ചാലിയാർ ഇരവഴിഞ്ഞി പുഴ, ഈ പുഴയിൽ ക്രമാതീതമായി വെള്ളം ഉയരുകയാണ്. ഈ പ്രദേശത്തെ ആളുകളെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ പ്രദേശത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇത്തരത്തിൽ ഈ ദുരന്തമുഖത്ത് അല്ലെങ്കിൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന സ്ഥലത്തൊക്കെ എത്തുന്ന സമയത്ത് പലരും പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ഈ എല്ലാ വർഷവും തങ്ങൾ ഈ ദുരന്തം പേറുകയാണ്, ഒരു ശാശ്വത പരിഹാരവും ഇതിനുണ്ടാകുന്നില്ല. മാത്രമല്ല സർക്കാർ തലത്തിൽ നിന്ന് ഒരു രൂപ പോലും തങ്ങൾക്കുണ്ടായ നാശനഷ്ടത്തിന്റെ വകയായി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ മഴക്കെടുതിയിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു അമ്മ ഇങ്ങനെയാണ് സംസാരിച്ചത്. തങ്ങൾക്ക് ഒരു രൂപ പോലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല. ഇത്തവണയും ഇതേ സമാന സാഹചര്യം തന്നെയായിരിക്കും തങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആകുലപ്പെടുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. എന്നാലും ഇപ്പോൾ മഴയ്ക്ക് കോഴിക്കോടിനെ സംബന്ധിച്ച് ഒരല്പം ആശ്വാസമുണ്ട്. രഞ്ജിത്ത് അമ്പാടി. ശരി അനഘ, ഇത് തന്നെയാണ് എല്ലായിടങ്ങളിൽ നിന്നും ഉയരുന്ന പരാതികൾ. സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തിയാകുന്നത് വീണ്ടും ആവർത്തിക്കുകയാണ്.